ഇതാണ് കൊളോസിയം. ഇത് കണ്ടില്ലേ, ഇവിടെ ആവശ്യം പോലെ ആൾക്കാരുണ്ട്. എന്തൊരു ജനത്തിരക്കെന്ന് നോക്കിയേ, കൊളോസിയം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ കൊളോസിയം ചുറ്റി ഇങ്ങനെ പോവാണ്. ബസ് അടുത്തൊരു സ്റ്റോപ്പിലേ നിർത്തുള്ളൂ കേട്ടോ. ഇവിടെ ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ ടാക്സി എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതിനൊക്കെ ടൂർ ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ. ടൂർ ബസ്സിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ ഓരോരോ സ്പോട്ടിൽ നമ്മളെ കൊണ്ടുപോകും, അവിടെ ഡ്രോപ്പ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ ഇറങ്ങാം. ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടുത്ത ബസ് വീണ്ടും വരും. എവറി 10 മിനിറ്റ്സിന് ഓരോരോ കമ്പനിയുടെയും ബസ് വരുന്നുണ്ട്. നമ്മൾ നോക്കി ആ കമ്പനിയുടെ ബസ് നോക്കി അതിൽ കയറിയാൽ മാത്രം മതി. അത് കറക്റ്റ് ഉപയോഗമാണ് കേട്ടോ നമ്മൾ ബസ്സിൽ വരുന്നത്. അല്ല ടാക്സി എടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ടാക്സി ചിലപ്പം വളരെ കോസ്റ്റ്ലി ആവും പൈസ. എല്ലായിടത്തിലും ഇങ്ങനെ പോകുമ്പോഴും അതിൻ്റെ ഇതുണ്ടാവും. ഇതൊരു വലിയൊരു ഇതാണ് കേട്ടോ കൊളോസിയം. ഇനിയിപ്പം ഞാൻ ഇവിടെ നിന്ന് നടന്നിട്ട് വേണം ഈ ബാക്കിൽ അവിടേക്ക് പോകാൻ. ബസ് അവിടെ നിർത്തില്ല. ബസ് ഇപ്പം ഇവരുടെ ഒരു ഫിക്സഡ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ മാത്രമേ നിർത്തുള്ളൂ. ഞാൻ അവിടെ ഇറങ്ങിക്കോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിരിക്കുക. എന്തായാലും കൊളോസിയമിന്റെ ഗേറ്റിലേക്ക് പോകാം. ഇവിടെ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ സ്റ്റോപ്പ് എത്തി. ഇവിടെ ഇറങ്ങാം. എന്നിട്ട് വേണം നമ്മൾ പോയിട്ട് ഇവിടെ തന്നെ വീണ്ടും തിരിച്ചു വരണം കേട്ടോ. ബസ് കയറാൻ പറ്റുള്ളൂ. ഇവിടെ കൊളോസിയത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നടക്കണം കേട്ടോ. കൊളോസിയം അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നടക്കണം. ഇതേ ഇങ്ങനെ നോക്കിയല്ലോ, കൊളോസിയം എൻ്റെ ബാക്കിലാണ് കാണുന്നത്. ഓക്കെ, കൊളോസിയം എൻ്റെ ബാക്കിലാണ്. ഇനി അവിടേക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ചുറ്റിയാലേ അതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് മൊത്തം അതിനോട് അനുബന്ധിച്ചുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ എല്ലാം കേട്ടോ. എന്തായാലും നമ്മൾ കൊളോസിയത്തിനകത്തേക്ക് കയറാൻ തീരുമാനിച്ചു. കൊളോസിയത്തിനകത്തേക്ക് കയറുന്ന മെയിൻ ഗേറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. മെയിൻ ഗേറ്റിൻ്റെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്, ആ വഴിയാണ് അകത്തേക്ക് കയറേണ്ടത്. അകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നിന്ന് അതിഭയങ്കരമായ തിരക്കാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്ക്. അകത്തേക്ക് കയറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പം അതെനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഓൺലൈനിൽ ടിക്കറ്റ് 2-3 ദിവസത്തേക്ക് ബുക്കിംഗ് ഇല്ല. പിന്നെ നേരിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 കിലോമീറ്ററിലധികം അവിടെ ജനങ്ങൾ നിൽപ്പുണ്ട് കേട്ടോ. അതിപ്പോൾ അതിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്. അവിടെ 6:30 മണിക്ക് ശേഷം അതിനകത്തേക്ക് ആൾക്കാരെ കയറ്റുകയില്ല. പിന്നെ എടുക്കുന്ന ടിക്കറ്റിലേക്ക് നമുക്ക് കൊളോസിയം മാത്രമല്ല കാണാനുള്ളത്. കൊളോസിയം അതുപോലെ തന്നെ റോമൻ ഫാം കാണാനുണ്ട്. റോമൻ ഫാം കാണുക എന്ന് പറയുന്നത് അത് തന്നെ ഒരു 3-4 മണിക്കൂർ എടുക്കും റോമൻ ഫാം കാണുക എന്ന് പറയുന്നത്. കൊളോസിയം കാണാനും അത്രയും സമയം തന്നെ നമുക്ക് എടുക്കും. എന്തായാലും കൊളോസിയത്തിലേക്ക് കയറാതെ പോകാൻ പറ്റില്ല. ലോക അത്ഭുതങ്ങളിൽ ഒന്നാണല്ലോ. അത് കാരണം കൊളോസിയത്തിൽ കയറാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ എന്തായാലും ടിക്കറ്റ് എടുക്കാൻ നോക്കാം. പക്ഷേ ഇന്ന് കയറാൻ പറ്റില്ല. ടിക്കറ്റ് ഇവിടെയുള്ള പുറമേയുള്ള കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ ക്യൂവിൽ ജോയിൻ ചെയ്ത് ടിക്കറ്റ് എന്തായാലും എടുക്കാൻ ശ്രമിക്കാം. ആൾക്കാർ കയറുന്നതാണ് ഈ കാണുന്നുണ്ട്. ഇവിടെ ആവശ്യം പോലെ ആൾക്കാർ നേരത്തെ ബുക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറുകയാണ്. കൊളോസിയത്തിലേക്ക് കയറാൻ വേണ്ടി നേരിട്ട് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 18 യൂറോയേ ഉള്ളൂ. അല്ല നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 35-30 അങ്ങനെയാണ്. വിദേശികളൊക്കെ ഇപ്പോൾ വരുമ്പോൾ അവരൊക്കെ നേരത്തെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരും. അത് നമുക്കിവിടെ വന്നിട്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് അകത്തേക്ക് കയറുകയാണല്ലോ ലക്ഷ്യം. കാണാതെ പോകുന്നത് എങ്ങനെയാണ്? ഇത് ലോകാത്ഭുതങ്ങളിൽ ഒന്നല്ലേ. അപ്പോൾ ആൾക്കാർ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരും. അവർക്ക് 35 യൂറോ എന്ന് പറയുമ്പം വെരി സിമ്പിളാണ്, അതിനകത്തേക്ക് കയറാം. ഇത് AD 60 ശേഷം നിർമ്മിച്ച ഇതാണ് കൊളോസിയം കേട്ടോ. ഇതൊരു ആക്ച്വലി ഒരു തിയേറ്ററാണ്. ഇവിടെ ആൾക്കാർക്ക് ഇരുന്ന് പ്രോഗ്രാംസ് കാണാനുള്ള ഒരു തിയേറ്റർ കണക്കായിട്ടാണ്, ഓപ്പൺ എയർ തിയേറ്ററാണ് ഉണ്ടാക്കിയത്. ഇതിനകത്ത്
മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. ആം, പല പ്രോഗ്രാംസ് നടന്നിട്ടുണ്ട്. അന്നൊക്കെ ഇത് കാണാനായിട്ട് ആൾക്കാർ ഒത്തിരി ഇവിടെ വരാറുണ്ടായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഈ ഇരിക്കുന്ന മൊത്തം കുട്ടികൾ സ്കൂളിൽ നിന്നും ഒക്കെ വന്ന കുട്ടികളാണ്. ഇവരൊക്കെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവരെ ടീച്ചേഴ്സും അവരവരൊക്കെ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഇവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട്. സ്റ്റുഡൻസിനൊക്കെ ചെറിയ പൈസയുള്ളൂ അതിനകത്തേക്ക് കയറാൻ. അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് വന്ന് സംസാരിക്കുകയാണ്. ഏത് നാട്ടുകാരനാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് വളരെ കാര്യമായിട്ട് വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. ഞാൻ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ട് ദേ ഈ ഇരിക്കുന്ന മൊത്തം ജനങ്ങൾ അതിനകത്തേക്ക് കയറാനുള്ളതാണ്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കൊളോസിയത്തിന്റെ അകത്തുള്ള കാഴ്ചകൾ കാണിക്കാം. എനിക്ക് എന്തായാലും ഞാനത് കാണും. എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ വന്നതാണല്ലോ, ലോകാത്ഭുതങ്ങളിൽ ഒന്ന് കാണുമല്ലോ. ഞാൻ താജ്മഹലിൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ വേറൊരു അത്ഭുതമാണിത്. എന്തായാലും ഞാനത് കയറി കാണും തീർച്ചയാണ്. നിങ്ങൾക്ക് കാണിക്കാം. ദേ ആൾക്കാർ കയറി വരുന്നുണ്ട്. ആ ഗേറ്റാണ് ഇപ്പോൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെയൊക്കെ സ്കാൻ ചെയ്തിട്ടേ അകത്തേക്ക് കയറ്റുള്ളൂ. പുറമേ നിന്ന് കാണാൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫെൻസിങ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടുന്ന് മേളിലേക്ക് കയറിയാൽ നല്ലതുപോലെ കൊളോസിയം കാണാം കേട്ടോ. ഞാൻ എന്തായാലും മേളിലേക്ക് കയറുകയാണ്. ഇവിടെ കൊളോസിയം മേളിൽ നിന്നാണ് നല്ലതുപോലെ കാണാൻ. താഴെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അറൗണ്ട് 240 meters ഉയരമുണ്ട്. ആ ഉയരം താഴെ നിന്ന് നമ്മൾ വീഡിയോ എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ എന്തായാലും മേളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല കാഴ്ച കാണാം. മേളിലേക്ക് കയറുന്ന വഴിയിൽ നോക്കിയേ, ഇവിടെയൊക്കെ ആൾക്കാർ ഫോട്ടോയൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ കാണുന്നത്. നേരിട്ട് തന്നെ ഫോട്ടോ വരച്ചു കൊടുക്കുന്നുണ്ട്, പെയിന്റിങ് ആട്ടോ. ആ ലേഡി എന്തായാലും ഒരു പിക്ചർ വാങ്ങിച്ചു, അത് അവർ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തും വരയ്ക്കുന്നതും വിൽക്കുന്നതും ഒന്നും ഈ രാജ്യക്കാരല്ല കേട്ടോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും വിദേശികളാണ്. കൂടുതലും ഞാൻ കണ്ടത് ബംഗ്ലാദേശി പൗരന്മാരാണ്. പിന്നെ മറ്റുള്ള രാജ്യക്കാരുണ്ട്. ഇവിടുന്ന് നല്ല ഒരു വ്യൂ ഉണ്ട് കൊളോസിയത്തിൽ. എന്നാലും ഇനി റൈറ്റ് സൈഡിലേക്ക് പോയാൽ വീണ്ടും നല്ല വ്യൂ കിട്ടും നമുക്ക്. അവിടേക്ക് പോയിട്ട് കുറച്ച് കാണാം. ആ കാണുന്നതാണ്, നമ്മുടെ മുന്നിൽ കാണുന്നതാണ് റോമൻ ഫോം കേട്ടോ. റോമൻ ഫോം കാണുക എന്ന് പറഞ്ഞാൽ വളരെ ബിഗ് ആണ്. വളരെ ബിഗ് എന്ന് പറഞ്ഞാൽ അത് കിലോമീറ്റർ കണക്കിന് നടന്ന് കാണാനുണ്ട്. അപ്പോൾ അത് കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നാളെയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. എന്തായാലും അവിടെ പോയിട്ട് പിന്നെ ടിക്കറ്റിന് ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയി ടിക്കറ്റിന് വേണ്ടി നിൽക്കാം. ടിക്കറ്റ് കിട്ടുമ്പോൾ അറിയാം എത്ര മണിക്കാണ് ഇവിടെ കയറാൻ പറ്റുക എന്നുള്ളത്. ഇത് പുറമേ നിന്നുള്ള കാഴ്ചയാണ്, ദൂരത്തിൽ നിന്നുള്ള കാഴ്ച. ആ കാണുന്ന ഗേറ്റിൽ നിന്നാണ് നമ്മൾ ആദ്യം കയറി വന്നത് കേട്ടോ. ഇത്രയും ദൂരം നമ്മൾ നടന്നു വന്നു. എന്തുമാത്രം ജനങ്ങൾ അതിനകത്ത് നിൽക്കുന്നുണ്ടോ. ഇവിടെ കയറുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വളരെ പോക്കറ്റടി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇറ്റാലിയക്കാരല്ല, മറ്റുള്ള രാജ്യക്കാർ അവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർ അവരെ നമ്മളെ പോക്കറ്റ് അടിക്കുക അത് ഇതൊക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മുടെ എല്ലാ തിങ്സും വളരെ 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 സൂക്ഷിക്കുക. സൈഡ് പോക്കറ്റ്സിലൊന്നും ഒരു സാധനം നമ്മൾ കൊണ്ടുപോകാതിരിക്കുക. ആ കാണുന്നതാണ് റോമൻ ഫോം. ഇത് നമ്മൾ കയറി വന്ന മെയിൻ ഗേറ്റാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്ന്. നോക്കി എന്തുമാത്രം ജനങ്ങൾ നിൽക്കണം നോക്കിയാൽ. ടിക്കറ്റിന് വേണ്ടി നിൽക്കുന്ന ജനങ്ങളുണ്ട്, ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ഇവർക്കൊക്കെ ഇന്ന് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അറൗണ്ട് 6:15 മണി വരെ അതിനകത്ത് കയറ്റി വിടുള്ളൂ. പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് അറൗണ്ട് 2 hours നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. ഈ കാണുന്നൊക്കെ റോമൻ ഫോമാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അതൊരു വലിയൊരു ഇതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമാണ് റോമൻ ഫോമിൻ്റെ കേട്ടോ. അത് ഉള്ളിലേക്കുണ്ട്. നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് മുന്നിലേക്ക് പോയിട്ട് കൊളോസിയത്തിൻ്റെ ഒരു നല്ല വ്യൂ നമുക്ക് കാണാം അവിടെ നിന്നിട്ട്. ഇവിടെ നിന്ന് മാക്സിമം വ്യൂ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ മലയുടെ മുകളിൽ കയറണം, രണ്ടിലൊന്ന്. അപ്പം എന്തായാലും നമ്മൾ റോമൻ ഫോമിലേക്ക് കയറുമ്പോൾ അവിടെ നിന്നിട്ടും കാണാൻ പറ്റും നല്ലതുപോലെ. ഇവിടെയൊക്കെ ജനങ്ങൾ നിന്ന് ഫോട്ടോ എടുക്കാൻ എല്ലാവരും സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ്. ബാക്കിൽ നമ്മുടെ കൊളോസിയം കാണിച്ചുകൊണ്ട് നിന്നുള്ള ഫോട്ടോകളാണ് ആൾക്കാർ എടുക്കുന്നത്. ഇവിടെ നിന്ന് നല്ലതുപോലെ കാണാൻ കേട്ടോ. കൊളോസിയത്തിൻ്റെ ഫുൾ വ്യൂ ഇവിടെ നിന്നാണ് കിട്ടുന്നത്. എന്തായാലും കൊളോസിയത്തിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കൊളോസിയത്തിനകത്തുള്ള വീഡിയോയായി ഞാൻ വീണ്ടും വരാം. ടിക്കറ്റ് എപ്പോഴും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതിനനുസരിച്ച് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.